വടകര MDMA കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഓൺലൈൻ ഡെലിവറി ബോയ് ആയ ജിജിലിന്റെ അക്കൗണ്ടിൽ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാട്. 3 അധ്യാപികമാർ ഉൾപ്പെടെ കേസിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ, വളരെ പ്രമാദമായ ഒരു കേസാണല്ലോ ഇത്. ഈ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ചങ്ങലയിൽ 3 അധ്യാപികമാർ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. രമ്യദാസ്, ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ തന്നെയാണ് ഈ വിഷയത്തിൽ. അതായത് വടകര MDMA കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിവരുന്നത്. നിലവിൽ 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. അതായത് നിലവിൽ അവസാനമായി അറസ്റ്റിലാവുന്നത് ഇരട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസ് ആണ്. ഇദ്ദേഹം ഒരു ഡെലിവറി ബോയ് ആണ്. ഏകദേശം ഇയാളുടെ അക്കൗണ്ടിലൂടെ 1 കോടി രൂപയോളം ഇടപാട് നടന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ലഹരി വാങ്ങാൻ എത്തുന്നവർക്ക് ജിജിലിന്റെ ഗൂഗിൾ പേ നമ്പറാണ് സ്കാനറായി നൽകിയിട്ടുള്ളത്. ഈ 3 അധ്യാപകരാണ് ഈ ജിജിലിനെ കൂടാതെ പിടിയിലായിട്ടുള്ളത്. അത്തരത്തിൽ 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ളത്. കാരണം തുടരന്വേഷണങ്ങളെല്ലാം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നടത്തി വരികയാണ്. ഈ ചൊവ്വാഴ്ച വൈകിട്ടോടെ, ഇന്ന് വൈകിട്ടോടെയാണ് ഇയാളെ പിടികൂടിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത്. ഈ പേരാമ്പ്ര BRCയിലെ ആദ്യഘട്ടത്തിൽ കീർത്തന എന്ന അധ്യാപികയായിരുന്നു പോലീസിന്റെ പിടിയിലാവുന്നത്. തുടർന്ന് കാവ്യ പിടിയിലാവുന്നു. നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മറ്റൊരു അധ്യാപിക കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലാകുന്നു. ഈ മൂന്ന് അധ്യാപികമാരെയും ഇപ്പോൾ സർവീസിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. ഈ പ്രതി, അതായത് ജിജിലിനെ പിടികൂടി ആദ്യം വടകര SP ഓഫീസിലാണ് എത്തിച്ചത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണിലുള്ള കൂടുതൽ വിവരങ്ങളും ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം വീണ്ടെടുക്കുന്നതായി സൈബർ സെല്ലിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇയാളുടെ അക്കൗണ്ടിലൂടെ കൂടെ തന്നെ കോടികളുടെ ഇടപാട് നടന്നെന്ന് കണ്ടെത്തി. തുടർന്നാണ് അറസ്റ്റ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ തുടരന്വേഷണങ്ങളെല്ലാം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ്.